എല്ലാവർക്കും നമസ്കാരം. പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ഒരു ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സാധാരണ ഞാൻ ആർക്കും ഉപദേശം കൊടുക്കാറുള്ള ആളല്ല, ഉപദേശം കൊടുക്കാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപദേശം കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഞാൻ ഉപദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അന്തം കമ്മികൾക്കാണ്. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കാ? ശ്രദ്ധിക്കണം, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കല്ല, മറിച്ച് അന്തം കമ്മികൾക്കാണ് എന്റെ ഉപദേശം. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കമ്പനിയുടെ ബാഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ED അവരുടെ വീട് റെയ്ഡ് ചെയ്തു. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കല്ലടാ. ആ റെയ്ഡ് ചെയ്തിരുന്ന സമയത്ത് അവിടേക്ക് കട്ടയും മുട്ടയും ഒക്കെ എറിഞ്ഞുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച തലയ്ക്ക് വെളിവില്ലാത്ത കുറേയധികം അന്തം കമ്മികൾ ഉണ്ടായിരുന്നു. ആ അന്തം കമ്മികളെ മൊത്തത്തിൽ തൂത്തുവാരി എടുത്തുകൊണ്ട് ഇപ്പൊ പോയിട്ടുണ്ട്. എല്ലാത്തിനെയും കിട്ടിയിട്ടില്ല, കുറെ എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. അവന്റെയൊക്കെ കാര്യം കട്ടപ്പുകയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് അയച്ച് കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഇടപ്പള്ളിയിലും മറ്റുമുള്ള പല കട്ട ഫാക്ടറികൾ ഉണ്ടാകും, അവിടെയൊക്കെ പോയിട്ട് കട്ട സ്റ്റോക്ക് ചെയ്യരുത് എന്നുള്ള ഒരു ഉപദേശമാണ് എനിക്ക് അന്തം കമ്മികളോട് പറയാനുള്ളത്. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. നമുക്കറിയാം, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ഇടപാടുകളായിരുന്നു വീണയുടെ എക്സാലോജിക്കും CMRലും തമ്മിൽ എന്നൊക്കെ അനാവശ്യമായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ലാതെ പോയി വിശദീകരിച്ച് മാനം കെട്ട പ്രസ്ഥാനമാണ് CPM. ന്റെ നേതാവോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും കാലത്തുണ്ടായിരുന്ന ഒരു നേതാവോ അവരുടെ ഭാരവാഹിയോ ഗവൺമെന്റിന്റെ ആളോ ഒന്നുമായിരുന്നില്ല വീണ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ എന്നുള്ളത് മാത്രമായിരുന്നു പാർട്ടിയുമായിട്ട് അവർക്കുള്ള ബന്ധം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനും അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്ന CPMന്റെ ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ ഇവരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ചാനൽ ചർച്ചകളിലേക്ക് വക്താക്കളെ കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. നേരത്തെ എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് വീണ നൽകിയിരുന്നത്, എന്തൊക്കെയാണ് അവരുടെ ക്രെഡിബിലിറ്റി എന്നൊക്കെ 1000 നാവുള്ള അനന്തരം കഴിയാത്ത രീതിയിലേക്ക് വാഴ്ത്തുപാട്ടുകൾ പാടിയിരുന്ന K. അനിൽകുമാർ, വെട്ടിത്തരത്തിൽ പാർട്ടി നയമാണ് നടപ്പിലാക്കിയേ പറ്റൂ, KS അരുൺകുമാർ തുടങ്ങിയ നേതാക്കന്മാരെ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും തന്നെ കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ പ്രശ്നം? എനിക്ക് താല്പര്യമില്ല. എന്തായാലും സമരഭടന്മാരായി വന്ന് ഇപ്പോൾ ജയിലിലായിരിക്കുന്ന അന്തം കമ്മികളെ പോലെ നിങ്ങൾ ആരും ആവരുതേ എന്നുള്ളതാണ് എനിക്ക് ജയിലിന് പുറത്ത് നിൽക്കുന്ന അന്തം കമ്മികളോടുള്ള അഭ്യർത്ഥന. നമ്മളിൽ ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്നോട് നിൽക്കാമോ? അധിക നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല. കുറച്ച് കഴിയുമ്പോൾ ഇരിക്കണം. നിൽക്കാവുന്നിടത്തോ നിൽക്ക്. ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ. അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിൽക്കാം. ഉണ്ടാവും, നിൽക്കാം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് അവരുടെ മക്കളെയൊക്കെ വിദേശത്ത് പഠിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള കലുഷിതമായിട്ടുള്ള ക്യാമ്പസ് പ്രവർത്തനങ്ങളോ അല്ലാതെ യൂത്ത് ആക്ടിവിസമോ ഒക്കെ തന്നെ ഉപേക്ഷിച്ച് നല്ല രീതിയിലത്തേക്ക് ജോലിയും കൂലിയും ഒക്കെ കിട്ടുന്ന നല്ല മാർഗത്തിന് വേണ്ടി പഠിപ്പിക്കാനുള്ള നല്ല മൂളയുള്ള ആൾക്കാരാണ്. നിങ്ങളൊക്കെയാണ് കൊടി പിടിച്ച് ചുവരെഴുതി മറ്റുള്ളവർക്ക് വേണ്ടി തല്ലാനും തല്ലുകൊള്ളാനും ഒക്കെ നിന്നിട്ട് അവസാനം ജീവിതം കോഞ്ഞാട്ടയായിട്ട് ജയിലിൽ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നു, ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. സത്യത്തിൽ അന്തംകമ്മികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാർ പണ്ട് ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞിരുന്ന വൈറ്റ് വാഷ് ഒന്നും തന്നെ വീണയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. ഒരൊറ്റ അടിക്ക് വട്ടോടിച്ച് 2 പീസായികളെ ഞാൻ ആകപ്പാടെ 1.5 ഔൺസും വെച്ച് ഞെളിയുന്ന. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു IT കമ്പനിയാണ്. ഒരു IT കമ്പനി നൽകുന്ന IT സേവനങ്ങൾക്ക് ഒരു തരത്തിലുള്ള IT എവിഡൻസും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംശയിക്കപ്പെടുന്ന തരത്തിലുള്ള ഇടപാടുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടാണ് ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള CPMന്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാർ ശ്രീ KS അരുൺകുമാർ ഉൾപ്പെടെ ടാലി, മൈക്രോസോഫ്റ്റ് ഓഫീസ്, പവർ ബിൽഡർ, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെയൊക്കെ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണ് ഇവർക്കുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയം അപഹാസ്യരായിട്ട് ഇളിഭ്യരായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിച്ചുകൊണ്ട് വീണ ടിയെ പിന്തുണയ്ക്കാനായിട്ട്, എക്സാലോജിക്കിനെ പിന്തുണയ്ക്കാനായിട്ട് നിങ്ങൾ ആരും തന്നെ ശ്രമിക്കരുതേ എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട അന്തം കമ്മികളോടുള്ള അഭ്യർത്ഥന. വിടുവായത്വം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. നിങ്ങൾ പോയിട്ട് ED-കാരെ ആക്രമിക്കുകയോ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയോ അവരുടെ വാഹനങ്ങളെ ആക്രമിക്കുകയോ അതിൽ ഉള്ള ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോയി എന്നുള്ളതല്ലാതെ മറ്റാർക്കും ഒരു നഷ്ടവും അവിടെ ഉണ്ടാകുന്നില്ല. അനാവശ്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഒന്നും ഇല്ലാതെയാക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട്
ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. ഇത്ര മഹത്തായിട്ടുള്ള IT സേവനം എന്തായിരുന്നു വീണ നൽകിയത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ CMRലിന് അവരുടെ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസ്, ഫൈനാൻസ് ഉണ്ടാകും, അക്കൗണ്ടിംഗ് ഉണ്ടാകും, HR ഉണ്ടാകും, ഇതിനെല്ലാം തന്നെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് റൺ ചെയ്യാനായിട്ട് ഒരു ERP പ്ലാറ്റ്ഫോം അവർക്ക് ആവശ്യമുണ്ട് എന്ന് ഇവർ ഉപദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റം മെയ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കാമെന്ന് എക്സാലോജിക്ക് കരുതുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കണം ഇതിന്റെ പലതരത്തിലുള്ള മോഡ്യൂളുകൾ, അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ 2 വർഷം നീണ്ടുനിന്ന ഒരു സുദീർഘമായിട്ടുള്ള കാലയളവിൽ നേരിട്ട് പല മീറ്റിംഗുകൾ നടത്തി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ മോഡ്യൂളുകൾ എന്താണെന്നോ അതിന്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ കോഡിംഗ് ഒക്കെ ഇവർ പേപ്പറിൽ എഴുതി ഈ നേരിട്ടുള്ള മീറ്റിംഗിൽ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു IT കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല എന്ന് IT യെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് നോളജുള്ള ആൾക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അവിടെ നടന്നതായിട്ടുള്ള ഒരു തെളിവുകളും അവിടെ ബാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ടോ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല, അതുകൊണ്ട് ഇത് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കാം എന്ന് ഇവർ തന്നെ പറയുന്നു. അങ്ങനെ പിന്നീട് വേറൊരു IT കൺസൾട്ടന്റ് അവിടേക്ക് വരികയും ചെയ്യുന്നു. ആ IT കൺസൾട്ടന്റ് കൊടുത്തിരിക്കുന്ന IT സേവനങ്ങൾക്ക് തെളിവുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലം എന്നത് വീണയ്ക്ക് കൊടുത്തതുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്രയും ചെറുതുമാണ്. മിക്കവാറും നാളത്തെ പടവാൾ ഒരു തലക്ക് കലക്കും. അതുകൊണ്ട് തന്നെ അന്തംഗമികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മനസ്സിലാക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന, കരഞ്ഞുകൊണ്ടാണെങ്കിലും വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വീണ സ്വന്തം നിലയിലും എക്സാലോജിക് എന്ന കമ്പനി വഴിയും CMRലിന് നൽകിയിരിക്കുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും തന്നെ ഡിജിറ്റലായിട്ട് ശേഖരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അത് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂ മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം വീണയ്ക്കാണ്. അത് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ആരോപണ വിധേയമായിട്ട് പല ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരെ നിയമപരമായിട്ട് തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ അവരുടെ ട്രാൻസാക്ഷൻസ് അന്വേഷിക്കുന്നതിനും അവരെ ചോദ്യം ചെയ്യുന്നതിനും അവിടെ റെയ്ഡ് നടത്തുന്നതിനും ഒക്കെ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ നേരെ നിങ്ങൾ വന്ന് നെഞ്ചു വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാണ്ടിലോറി വരുന്ന സമയത്ത് റോഡിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന തവളകളുടെ അവസ്ഥ പോലെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വലിയ ഹീറോസ് ആണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഇതെന്ത് തരം കോമാളികളാണ് എന്ന മട്ടിലാണ് ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട അന്തംഗമികളോട് ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു അഭ്യർത്ഥന, ദയവ് ചെയ്ത് എറണാകുളത്തുള്ള കട്ട ഫാക്ടറികളിൽ പോയി കട്ട ശേഖരിച്ചു കൊണ്ടുവരരുത്, മുട്ട ഫാമുകളിൽ പോയി മുട്ട ശേഖരിച്ചു കൊണ്ടുവരരുത്, ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തേക്ക് പോകാതിരിക്കുക, ED ഓഫീസിന്റെ 7 അയലത്ത് പോകാതിരിക്കുക. അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ പണി ചെയ്യട്ടെ. വെറുതെ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയ്ക്കും കുട്ടിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ നിങ്ങളെ ഇല്ലാതാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് EDയുടെ അന്വേഷണത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അന്തംഗമികൾക്ക് വെളിവുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം, ജയ് ഹിന്ദ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.